ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇത് നമ്മുടെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഗ്രൂപ്പ് ദം അക്കോർഡിംഗ് ടു സിമിലാരിറ്റി ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ്. നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഇലകളുടെ ക്രമീകരണം അനുസരിച്ച് തരംതിരിക്കുക. ഫസ്റ്റായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഹിബിസ്കസ്, സിമിലർ ടു ഹിബിസ്കസ്. ഏതൊക്കെയാണ്? മാംഗോ ട്രീ നമുക്ക് അതിൽ തന്നിട്ടുണ്ട്, മാവ്. പിന്നെ ഏതാണ് ഒന്നിടവിട്ടുള്ള ക്രമീകരണം വരുന്നത്? അതെ, മസ്റ്റേർഡ്, കടുകിൻ്റെ ചെടിയിൽ ഒന്നിടവിട്ടിട്ടാണ് ക്രമീകരണം. പിന്നെ സൺഫ്ലവർ, സൂര്യകാന്തി. പിന്നെ കോക്കനട്ട് ട്രീ, തെങ്ങ്. ഇവയിലൊക്കെ ക്രമീകരണം വരുന്നത് ഹിബിസ്കസിൻ്റെ പോലെയാണ്. രണ്ടാമതായിട്ട് സിമിലർ ടു തുളസീൻ്റെ പോലെ ഓപ്പോസിറ്റ് ഓരോ ഇല വരുന്നത് ഏതൊക്കെയാണ്? ഇസോറ, തെച്ചി. പിന്നെ മിൻറ്റ്, പുതിനേൻ്റെ ഇല. റോസ്, ഗുവ, പേരമരം. ഇവയൊക്കെയാണ് കേട്ടോ. മൂന്നാമതായിട്ട് ഏഴിലംപാല, സിമിലർ ടു ഏഴിലംപാല. ഏതൊക്കെയാ? അരളിയുണ്ട്. പിന്നെ സിപ്രസ് വൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നക്ഷത്രമല്ലി. പൈനാപ്പിൾ, ആസ്പരാഗസ്. ഇവയൊക്കെയാണ് സിമിലർ ടു ഏഴിലംപാല. യു ഹാവ് സീൻ ദാറ്റ് ദ റീസൺ ഫോർ ദ ഗ്രീൻ കളർ ഈസ് ക്ലോറോഫിൽ. ഇലകളിലെ പച്ച നിറത്തിന് കാരണം ക്ലോറോഫിൽ ആണെന്ന് നമ്മൾ കണ്ടു. വാട്ട് ആർ ദ പിഗ്മെൻറ്റ്സ് ദാറ്റ് കേഴ്സ് അതർ കളേഴ്സ്? വേറെ നിറങ്ങൾക്ക് കാരണമായ വർണ്ണകം ഏതാണെന്ന്. അപ്പോൾ റെഡ് കളറാണെങ്കിൽ ആന്തോസയാനിനാണ്. റെഡ് കളറിന് കാരണം പിഗ്മെൻ്റ് ഏതാണ്? ആന്തോസയാനിനാണ്. ഓറഞ്ച് കളറാണെങ്കിൽ കരോട്ടിനാണ്. ക്യാരറ്റിൻ്റെ കളർ ഏതാണ്? ഓറഞ്ച് അല്ലേ? യെല്ലോ ആണെങ്കിൽ സാന്തോഫിൽ. ഗ്യാസസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. Did you understand that carbon dioxide is the gas used for photosynthesis? നമ്മൾ മനസ്സിലാക്കിയില്ലേ കാർബൺ ഡയോക്സൈഡാണ് ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കണേന്ന്. എന്താണ് ഫോട്ടോസിന്തസിസ്? പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അതിനെന്തൊക്കെയാണ് വേണ്ടത്? വാട്ടറും വേണം, കാർബൺ ഡയോക്സൈഡും വേണം, സൺലൈറ്റും വേണം. സൺലൈറ്റിൽ നിന്നാണ് അവർക്ക് എനർജി കിട്ടണത്, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ട. ഇപ്പോൾ ദേ ഇവിടെ ഒരു കുട്ടി നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഈസ് ദർ ഓൺലി കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് മാത്രമാണുള്ളത്. ലുക്ക് അറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഷോവിങ് ദ എമൗണ്ട് ഓഫ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ദേ താഴെ നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ഗ്യാസിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസാണ് നൈട്രജൻ. ഏറ്റവും കുറവുള്ളതാണ് കാർബൺ ഡയോക്സൈഡ്. പിന്നെ ഓക്സിജൻ ഉണ്ട്, ആർഗൺ ഉണ്ട്, അതേഴ്സ് ഉണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദീസ് ഗ്യാസസ് ആർ യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസം ഫോർ റെസ്പിറേഷൻ? ഇവയിൽ ഏതു ഗ്യാസാണ് ലിവിങ് ഓർഗാനിസം റെസ്പിറേഷൻ ഉപയോഗിക്കുന്നത്? അതെ, ഓക്സിജൻ. ലിവിങ് തിങ്സ് ബ്രീത്ത് ടു ഗെറ്റ് എനർജി. ജീവനുള്ള വസ്തുക്കൾ ശ്വസിക്കുന്നത് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡോണ്ട് യു തിങ്ക് ദ പ്ലാന്റ്സ് ഓൾസോ നീഡ് എനർജി? നിങ്ങൾക്ക് തോന്നുന്നില്ലേ പ്ലാന്റ്സിനും എനർജി വേണമെന്ന്? ഷുഡിൻ റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു ഒബ്റ്റെയിൻ എനർജി? പ്ലാന്റ്സിന് റെസ്പിറേഷൻ നടക്കുന്നുണ്ടാവോ എനർജി കിട്ടാൻ വേണ്ടിയിട്ട്? നമുക്ക് നോക്കാം. യെസ്, റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു. റെസ്പിറേഷൻ പ്ലാന്റ്സിലും നടക്കുന്നുണ്ട്. ഓൾ ലിവിങ് ബീങ്സ് യൂസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. എല്ലാ ജീവനുള്ള വസ്തുക്കളും ഓക്സിജനാണ് റെസ്പിറേഷന് ഉപയോഗിക്കുന്നത്. ആസ് എ റിസൾട്ട് കാർബൺ ഡയോക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതിൻ്റെ ഫലമായിട്ടാണ് കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആനിമൽസ് റിലീസ് കാർബൺ ഡയോക്സൈഡ്. മൃഗങ്ങൾ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു. കാർബൺ ഡയോക്സൈഡ് produced as a result of respiration by plants is used for photosynthesis during the daytime. ചെടികളിൽ ശ്വസനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് അവർ ഡേ ടൈമിൽ ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കുന്നു. കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൾസോ യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ഫോട്ടോസിന്തസിസ്. അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡും അവർ ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കുന്നു. എയർ എൻറ്റേഴ്സ് പ്ലാന്റ്സ് ത്രൂ ദ ലീവ്സ്. നമുക്കറിയാം ചെടികൾ ശ്വസിക്കുന്നത് ഇലകളിലൂടെയാണ്. Let us examine whether there is any special part in the leaves for this. നമുക്ക് നോക്കാം ചെടികളിൽ എന്തെങ്കിലും സ്പെഷ്യൽ പാർട്ടുണ്ടോ, പ്രത്യേക ഭാഗങ്ങളുണ്ടോ ഇതിനു വേണ്ടിയെന്ന്. Observe the leaf layer in a microscope and draw it in the science diary.
മൈക്രോസ്കോപ്പിലൂടെ ഇലയെ നിരീക്ഷിച്ച് ആ കാണുന്നത് നമ്മൾ സയൻസ് ഡയറിയിൽ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പുതിയൊരു വാക്ക് കേട്ടു, മൈക്രോസ്കോപ്പ്. എന്താണത്? എ മൈക്രോസ്കോപ്പ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മാഗ്നിഫൈ തിങ്സ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നാക്കഡ് ഐസ്. നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. These microscopic pores in leaves are known as tomato. ഈ സൂക്ഷ്മ സുഷിരങ്ങളാണ്, ഇലകളിലെ ഈ സൂക്ഷ്മ സുഷിരങ്ങൾ അറിയപ്പെടുന്നതാണ് സ്റ്റൊമാറ്റോ. ഇറ്റ് ഈസ് ത്രൂ ദീസ് പോർസ് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ പ്ലാന്റ്. ഈ ഇലകളിലേക്ക് ഓക്സിജൻ വായു, അന്തരീക്ഷത്തിലെ വായു കടക്കുന്നത് ഈ സുഷിരങ്ങളിലൂടെയാണ്. Oxygen produced as a result of photosynthesis is also released through these pores. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് 2 പിക്ചറാണ് തന്നേക്കണത്. അതിൽ ആദ്യത്തെ പിക്ചർ ഡേ ടൈമിലും രണ്ടാമത്തെ പിക്ചർ നൈറ്റ് ടൈമിലത്തെയാണ്. ഡേ ടൈമിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? റെസ്പിറേഷനും ഫോട്ടോസിന്തസിസുമാണ് നടക്കുന്നത്. ഫോട്ടോസിന്തസിസ് സമയത്ത് അവർ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ശ്വസന സമയത്ത് അവർ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. ഇനി രണ്ടാമതായിട്ട് നൈറ്റ് ടൈമിൽ നടക്കുന്നതാണ്. നൈറ്റ് ടൈമിൽ റെസ്പിറേഷൻ, ശ്വസനം മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ അവർ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നൈറ്റ് ടൈമിൽ ഫോട്ടോസിന്തസിസ് നടക്കാത്തത്? അതെ, സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട്. ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റസ്, ആതിഥേയനും അതിഥികളും. ഡു ഓൾ പ്ലാന്റ്സ് മേക്ക് ഫുഡ്? എല്ലാ സസ്യങ്ങളും ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഈ പിക്ചറിൽ 4 സസ്യങ്ങളുണ്ട്. അവർ പറയണത് ഒന്ന് കേട്ടു നോക്കാം. ഐ ആം മാംഗോ ട്രീ. ഞാൻ മാംഗോ ട്രീ ആണ്. ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ തന്നെ നിർമ്മിക്കുന്നു. ഐ ആം ലൊറാന്തസ്. ലൊറാന്തസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇത്തിൽക്കണ്ണി. ഐ ഓൾസോ പ്രിപ്പയർ മൈ വോൺ ഫുഡ്. എനിക്ക് വേണ്ട ആഹാരം ഞാൻ തന്നെ ഉണ്ടാക്കുന്നു. ബട്ട് ഐ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദിസ് പ്ലാന്റ്. എനിക്ക് വേണ്ട ധാതുക്കളും ജലവുമെല്ലാം ഞാൻ ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഐ ആം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരവാഴ. ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ തന്നെ നിർമ്മിക്കുന്നു. ബട്ട് ഐ നീഡ് എ പ്ലേസ് ടു ഗ്രോ. എനിക്ക് വളരാനായിട്ടൊരു സ്ഥലം മാത്രം മതി. ഐ ആം കസ്ക്യൂട്ട. ഞാനാണ് മൂടില്ലാത്ത ആളി. ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്. ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. ഐ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഐ നീഡ് ഫ്രം ദിസ് പ്ലാന്റ്. എനിക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം ഞാൻ ഈ പ്ലാന്റിൽ നിന്ന് വലിച്ചെടുക്കുന്നു. യു ഹാവ് ഒബ്സർവ് ദ കോൺവെർസേഷൻ എമംഗ് ദ മാംഗോ ട്രീ, ലൊറാന്തസ്, കസ്ക്യൂട്ട ആൻഡ് വാൻഡ, ഹാവിൻറ്റ് യു? നിങ്ങൾ ഇവരുടെ എല്ലാം കോൺവെർസേഷൻ ശ്രദ്ധിച്ചില്ലേ? വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ വോൺ ഫുഡ്? ഇതിൽ അവർ സ്വയം ആഹാരം ഉണ്ടാക്കുന്നത് ആരൊക്കെയാണ്? മാംഗോ ട്രീ, വാൻഡ, ലൊറാന്തസ്. These plants get sunlight and carbon dioxide need for photosynthesis in the same way. ഫോട്ടോസിന്തസിസിന് ആവശ്യമായ കാർബൺ ഡയോക്സൈഡും സൺലൈറ്റും എല്ലാ സസ്യങ്ങൾക്കും ഒരേപോലെയാണ് കിട്ടുന്നത്. ബട്ട് ഹൗ ഡു ദേ ഗെറ്റ് വാട്ടർ? പക്ഷേ അവർക്ക് വാട്ടർ എങ്ങനെയാണ് കിട്ടുന്നത്? വൈ ഡസ് മാംഗോ ട്രീ ഗെറ്റ് ഇറ്റ്സ് വാട്ടർ ഫ്രം? എവിടെ നിന്നാണ് മാംഗോ ട്രീക്ക് അതിനാവശ്യമായ വാട്ടർ കിട്ടുന്നത്? യെസ്, സോയിലിൽ നിന്ന്. ഹൗ അബൌട്ട് വാൻഡ ആൻഡ് ലൊറാന്തസ്? വാൻഡ ആൻഡ് ലൊറാന്തസിൻ്റെയും കാര്യം എങ്ങനെയാണ്? ഒബ്സർവ് ദ പിക്ചർ ഓഫ് വാൻഡ. ഡോണ്ട് യു സീ ദ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ്? ഡോണ്ട് യു സീ 2 ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ്? 2 തരത്തിലുള്ള ഫ്രൂട്ടുകൾ കണ്ടില്ലേ? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദീസ് ഫ്രൂട്ട്സ്? അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? വേർ ഡു ദ തിക്ക് റൂട്ട് ഗ്രോ ടു? എങ്ങോട്ടാണ് ആ തിക്ക് റൂട്ട്, കനം കൂടിയ റൂട്ട് വളരുന്നത്? ദ സ്മോൾ റൂട്ട് ഹെൽപ്പ് ദ വാൻഡ ടു ഗ്രോ ബൈ ക്ലിങ്ങിങ് ഓൺ ടു ദ ട്രീ. ചെറിയ റൂട്ട് വാൻഡയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. ദ തിക്ക് റൂട്ട് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. കനം കൂടിയ റൂട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ജലാംശം വലിച്ചെടുക്കുന്നു. ദൈ ഡിപ്പെൻഡ് ഓൺ ദ ഹോസ്റ്റ് പ്ലാന്റ് ഓൺലി ഫോർ ദ ഹാബിറ്റേറ്റ്. അവർ ആതിഥേയ സസ്യത്തെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്ന സസ്യങ്ങളാണ്. സച്ച് എ പ്ലാന്റ്സ് ആർ കോൾഡ് എപ്പിഫൈറ്റ്. ഇങ്ങനത്തെ സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഓർക്കിഡ് ആർ ദ എക്സാമ്പിൾ ഫോർ ദ എപ്പിഫൈറ്റ്. ഓർക്കിഡും എപ്പിഫൈറ്റിന് ഒരു എക്സാമ്പിളാണ്. ഒബ്സർവ് ദ എപ്പിഫൈറ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പെക്യുലാരിറ്റി ഓഫ് ഫ്രൂട്ട്സ്. എപ്പിഫൈറ്റുകളെ ഒബ്സർവ് ചെയ്തിട്ട് റൂട്ടിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തുക. ക്യാൻ ദ ഗ്രോത്ത് ഓഫ് എപ്പിഫൈറ്റ്സ് ഹാർം ദ ഹോസ്റ്റ് പ്ലാന്റ്?
ഈ എപ്പിഫൈറ്റുകളുടെ വളർച്ച അവർ ആതിഥേയ സസ്യത്തെ പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യത്തെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന്. ഇല്ല, കാരണം ഇവർ കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൺലൈറ്റ് ഉപയോഗിച്ച് സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അവർക്ക് വസിക്കാൻ വേണ്ട സ്ഥലം മാത്രമേ അവരെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവർ ആതിഥേയ സസ്യത്തിന് ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. ഒബ്സർവ് ദ പിക്ചർ ഓഫ് റൂട്ട്സ് ഓഫ് ലൊറാന്തസ്. ലൊറാന്തസിൻ്റെ വേരുകൾ ശ്രദ്ധിക്കൂ. വേർ ഡു ദെയർ റൂട്ട്സ് ഗ്രോ ടു? എങ്ങോട്ടാണ് അവയുടെ റൂട്ട് വളരുന്നത്? ഇൻ ടു ദ ബ്രാഞ്ചസ്, ചില്ലകളുടെ ഉള്ളിലേക്ക്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഫോർ ലൊറാന്തസ് വിത്ത് ദയർ സ്പെഷ്യൽ റൂട്ട്സ്? ലൊറാന്തസിന് അവയുടെ പ്രത്യേക റൂട്ടുകൾ കൊണ്ട് എന്താണ് പ്രയോജനം? ലൊറാന്തസ് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വാട്ടറും മിനറൽസും സ്വീകരിച്ചിട്ട് ലൊറാന്തസ് കണ്ണി സ്വയം ഫുഡ് ഉണ്ടാക്കുന്നു. ദെയർഫോർ ദ പ്ലാന്റ്സ് ലൈക്ക് ലൊറാന്തസിൻ്റെ പ്രത്യേകത എന്താണ്? ജലവും ലവണവും മറ്റു സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു, എന്നിട്ടാണ് സ്വയം ഭക്ഷണം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ലൊറാന്തസിനെ പോലെയുള്ള പ്ലാന്റ്സിനെ സെമി പാരസൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്, അർദ്ധപരാതങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഒബ്സർവ് ദ കസ്ക്യൂട്ട സ്പ്രെഡ് ഓൺ ദ പ്ലാന്റ്. മൂടില്ലാ താളി ചെടിയിൽ പടർന്നു പിടിച്ചിരിക്കുന്നു നോക്കൂ. ക്യാൻ കസ്ക്യൂട്ട പ്രിപ്പയർ ഫുഡ്? കസ്ക്യൂട്ട ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ? വേർ ഡു ഇറ്റ്സ് റൂട്ട്സ് ഗ്രോ ടു? എങ്ങോട്ടാണ് അതിൻ്റെ റൂട്ട് വളരുന്നത്? അതെ, സസ്യത്തിൻ്റെ തണ്ടിൽ ചുറ്റി വളഞ്ഞുകൊണ്ട് വേരുകൾ അതിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. കസ്ക്യൂട്ട പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. കസ്ക്യൂട്ട ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നു. They are called totally parasite. അവയെ പൂർണ്ണപരാതങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? സെമി പാരസൈറ്റും ഹോസ്റ്റ് പ്ലാന്റിന് ഹാർംഫുള്ളാണ്. എപ്പിഫൈറ്റ്സ് ആണെങ്കിൽ ഹാർംഫുൾ അല്ല. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.